എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടകം 31-ാം തീയതി വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകളിൽ ജനിച്ചവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഒരു വീഡിയോയിലേക്ക് കടക്കാം. മിഥുനക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. വ്യാഴം ചിലവുകളെ സൂചിപ്പിക്കുന്ന 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണെങ്കിലും മിഥുനക്കൂറുകാരുടെ യോഗാധിപനായ ശുക്രന്റെ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. എങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നല്ലപോലെ ആലോചിക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുന്നതുമാണ് നല്ലത്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിക്കേണ്ട സമയമാണിത്. ഗൃഹനിർമ്മാണത്തിന് ബാങ്ക് ലോൺ ലഭ്യമാകും. കലാരംഗത്തുള്ളവർക്ക് കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ സാധിക്കും. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനവും വന്നു ചേരും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. മറ്റുള്ളവരുടെ ഉപദേശം കേട്ടുകൊണ്ട് ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾ അനുകൂലമാണോ എന്ന് നോക്കാതെ പുതിയ തൊഴിൽ തുടങ്ങിയാൽ നഷ്ടമുണ്ടാകാനും സാധ്യതയുള്ള സമയമാണിത്. മേടമാസം 31-ാം തീയതി വ്യാഴം രാശി മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കും. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും മാറും. കുട്ടികളുണ്ടാകാൻ താമസം വന്നവർക്ക് സന്താനഭാഗ്യം ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിയായ മീനക്കൂറിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ മിഥുനക്കൂറുകാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വ്യാഴം ഇപ്പോൾ 12-ൽ സഞ്ചരിക്കുന്നതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയോ തൊഴിലോ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. കേതു 4-ാം ഭാവമായ കന്നിയിൽ സഞ്ചരിക്കുന്നതിനാൽ വീട് വാഹന സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങളും ചെലവുകളും വരാൻ സാധ്യതയുണ്ടെങ്കിലും 4-ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ്. മാത്രമല്ല ഇടവമാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം മിഥുനക്കൂറുകാർക്ക് രാഹുകേതുക്കളുടെ സഞ്ചാരം മൂലം ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദോഷഫലങ്ങളെല്ലാം മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ശനി ഭാഗ്യസ്ഥാനം എന്ന് പറയുന്ന 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി വിദേശത്ത് പോകാനുള്ള യോഗവും ഉണ്ടാകും. തൊഴിൽ ചെയ്യുന്നവർ പഴയ ഉപകരണങ്ങൾ മാറ്റി പുതിയത് സ്ഥാപിക്കും. മീനമാസം 15-ാം തീയതി ശനി 10-ാം ഭാവത്തിലേക്ക് മാറിയാലും മിഥുനക്കൂറുകാർക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുകയില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ വർഷം മിഥുനക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനക്കൂറിൽ ജനിച്ചവർക്കായുള്ള പുതുവർഷ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.